സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളിൽ വലിയ വീഴ്ചയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. പദ്ധതികളുടെ പേരിൽ തലസ്ഥാനവാസികളെ തടവിലാക്കിയിരിക്കുകയാണ്. മേയറെ വേദിയിൽ ഇരുത്തിയായിരുന്നു CPM MLA-യുടെ ഈ കടുത്ത വിമർശനം. നമ്മുടെ റോഡുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് അത് മോട്ടോറബിൾ ആക്കേണ്ടതായിട്ടുണ്ട്, യാത്ര സഞ്ചാരയോഗ്യമാക്കേണ്ടതായിട്ടുണ്ട്. ഓടകൾ അതെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പുതിയ ഓടുകൾ നിർമ്മിച്ച് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ 2-3 പദ്ധതികൾ നമ്മുടെ തലസ്ഥാന നഗരത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുകയാണ്. അത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളൊരു പോരായ്മയുണ്ട്. പോരായ്മ നഗരസഭയുടെ പോരായ്മയാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലർമാരുടെയോ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതോട് പോരായ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പോരായ്മയുണ്ടെന്നുള്ള വാസ്തവമാണ്. നഗരത്തിൻ്റെ പല ഭാഗത്തും യാത്ര തന്നെ അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം വെട്ടിമുറിച്ചിട്ടേക്കുകയാണ്, കുഴിച്ചിട്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിന് താമസിക്കുന്നു. അമൃത് പദ്ധതിയുടെ ഭാഗമായി എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സിവറേജ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അമൃത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ 2, 3, 4 വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ കൂട്ടായിട്ടുള്ള ആലോചനയിലൂടെ ചെയ്തു തീർക്കേണ്ടതല്ല ഒരു കാര്യമാണ്. നമുക്ക് അടിയന്തരമായിട്ട് ചെയ്തു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ അമൃത് പദ്ധതിയും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടും നടക്കുന്ന വികസന പദ്ധതികൾക്ക് തീവ്രത വർദ്ധിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം. ചില പദ്ധതികൾ നമ്മൾ തുടങ്ങി ആ പദ്ധതികൾ എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴക്കൂട്ടം ശ്മശാനമടക്കമുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും കടകംപള്ളിയുടെ വിമർശനം. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്മശാനത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് കഴിഞ്ഞ നഗരസഭ കഴക്കൂട്ടത്തൊരു ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വന്നത്. ഇനിയും അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും കടകംപള്ളി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വാങ്ങുന്ന ശമ്പളത്തിന് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നില്ല, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഉദ്യോഗസ്ഥർ മറക്കുന്നുവെന്നും കടകംപള്ളിയുടെ വിമർശനം. കൗൺസിലർമാർ പലരും ഒരു മേശപ്പുറത്ത് നിന്ന് ഫയലെടുത്ത് അടുത്ത മേശപ്പുറത്ത് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ കൗൺസിലറുടെ ഫയലുമായിട്ട് അടുത്ത മേശപ്പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. തങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് ജോലി ചെയ്യേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി, ഉത്തരവാദിത്വത്തോടു കൂടി ഓരോ ഫയലും ഓരോ മനുഷ്യരുടെ, ഒരു കുടുംബത്തിൻ്റെയോ മനുഷ്യൻ്റെയോ ജീവിതമാണെന്നുള്ള ചിന്തയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലുള്ള വീഴ്ച ഇപ്പോഴും നിൽക്കുകയാണ്. ആർ അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ആനന്ദൻ, നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ റോഡുകൾ എത്രത്തോളം മോശമാണ്, എത്ര കാലമായി അത് മോശമാണെന്ന് നമ്മളൊക്കെ നേരിട്ട് ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് മാതൃഭൂമി ന്യൂസ് വിശദമായ ഒരു പരമ്പര ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത്. ഇപ്പോൾ ഭരണപക്ഷ MLA തന്നെ കടുത്ത ഭാഷയിൽ മേയർ ഇരുത്തിക്കൊണ്ട് അത് വിമർശിക്കുന്നത്. വിമർശനമെന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അരിയ, കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളായി മാതൃഭൂമി നിരന്തരം തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ ദുരവസ്ഥ സംബന്ധിച്ച് വാർത്ത ചെയ്യുന്നു. ഒപ്പം തിരുവനന്തപുരത്ത് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ അത് ഇഴഞ്ഞു നീങ്ങുന്നതിൻ്റെ ദുരവസ്ഥ മാതൃഭൂമി ന്യൂസ് ദൃശ്യങ്ങൾ സഹിതം, ജനങ്ങളുടെ ബുദ്ധിമുട്ട് സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ കാലമായി ഞാനും ആരെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കഴിയുന്ന ഓരോ ആൾക്കാരും തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ നിമിഷം നമുക്ക് തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന സംഘർഷത്തിൻ്റെ ഭാഗമായി പുറത്തുവരുന്ന ആ വികാരപ്രകടനം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ MLA ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘടിപ്പിച്ച വികസന സെമിനാറിലാണ് മന്ത്രി നഗരസഭയുടെ വികസനങ്ങളെ അതിരൂക്ഷമായി വികസനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളെ രൂക്ഷമായി വിമർശിച്ചത്. മന്ത്രി വി ശിവൻകുട്ടി ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പോയതിന് ശേഷമാണ് കടകംപള്ളിയുടെ ഈ വിമർശനം. മാത്രമല്ല, മേയർ ആര്യ രാജേന്ദ്രൻ ആ വേദിയിൽ ഇരിക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു രൂക്ഷമായ ഭാഷയിൽ
ഓരോ വികസനങ്ങളും ഇഴയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് കടകംപള്ളി ഈ കാര്യങ്ങൾ പറഞ്ഞത്. പ്രധാനമായും തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കിയ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ, ഒന്ന് സ്മാർട്ട് സിറ്റി പദ്ധതി, മറ്റൊന്ന് അമൃത് പദ്ധതി. അത് സീവേജിൻ്റെ പദ്ധതിയാണ്. മറ്റൊന്ന് റോഡ്, ഫുട്പാത്ത് എല്ലാം പുതിയ മോഡിയിലാക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയാണ്. ഈ രണ്ട് പദ്ധതികളുടെയും പേരിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി തിരുവനന്തപുരം നഗരവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതിൻ്റെ അങ്ങേയറ്റം അസഹനീയമായ ഒരു വേളയിൽ തന്നെയാണ് കടകംപള്ളിയിൽ നിന്ന് ഈ വാക്കുകൾ വന്നതെന്ന് ഓർക്കണം. കാരണം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, MLA ആണ്. ആ CPM-ന്റെ നേതാവാണ് മേയറെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് ഇത്തരമൊരു വിമർശനം പരമ്പര ചെയ്തപ്പോൾ പലതരം പറഞ്ഞ പോലെ പലതവണ ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അന്നൊക്കെ ഏറ്റവും ഒടുവിൽ ടൂറിസം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകട്ടെ മേയർ ആകട്ടെ പറഞ്ഞത് കരാറുകാരന്റെ പിഴവാണ് ഒന്ന്, അല്ലെങ്കിൽ രണ്ടാമത് മാർച്ച് മാസം അവസാനത്തോടു കൂടി ഒരു തീയതി ഉറപ്പിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ എല്ലാം ശരിയാക്കുമെന്നാണ്. ഇപ്പോൾ ഈ കടകംപള്ളിയുടെ വിമർശനത്തിന് അതേ വേദിയിൽ മേയർ എന്തെങ്കിലും മറുപടി നൽകിയോ? സത്യം പറഞ്ഞാൽ മേയർ ഈ കടകംപള്ളിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കടകംപള്ളി ഇത്ര പ്രധാനപ്പെട്ട ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മേയർ തൊട്ടടുത്ത് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു അക്ഷരം പോലും മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് മേയറുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം മേയർ അതിനെക്കുറിച്ച് കാര്യമായി ഒന്നും പറഞ്ഞില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും സ്മാർട്ട് സിറ്റി പദ്ധതി തന്നെയാണ് കടകംപള്ളിയെ ഇത്ര രോഷാകുലനാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കൂടിയാകാം ഇത് പറഞ്ഞത്. ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതിൽ മേയർക്കും കോർപ്പറേഷനും കൃത്യമായ വിശദീകരണമുണ്ട്. പക്ഷേ ആ വിശദീകരണത്തെ തെള്ളുകയാണ് കടകംപള്ളി. കാരണം ഒരു പദ്ധതിയും ഇത്ര അനന്തകാലം ഇങ്ങനെ ജനങ്ങളെ തടവിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. കോർപ്പറേഷനെയോ അതല്ലെങ്കിൽ കൗൺസിലർമാരെയോ അല്ല താൻ കുറ്റപ്പെടുന്നത്. പക്ഷേ ഈ പദ്ധതികളുടെ നടത്തിപ്പിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കടകംപള്ളി ഈ വികസന സെമിനാറിന്റെ വേദിയിൽ ഇരുന്നുകൊണ്ട് വിമർശിച്ചത്. ശരി.